ഹായ് ഫ്രണ്ട്സ്, എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ SCERT സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള കെമിസ്ട്രിയാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ആദ്യത്തെ ലെസൺ പീരിയോഡിക് ടേബിളും ഇലക്ട്രോൺ വിന്യാസവും. ഓരോ ആറ്റത്തിലെയും ഷെല്ലുകളിലുള്ള സബ് ഷെല്ലുകളാണ് SPDF. എസ് എന്ന് പറയുന്നത് ഷാർപ്പ്, P പ്രിൻസിപ്പൽ, D ഡിഫ്യൂസ്, F ഫണ്ടമെൻ്റൽ. ഷാർപ്പ്, പ്രിൻസിപ്പൽ, ഡിഫ്യൂസ്, ഫണ്ടമെൻ്റൽ. എസ് സബ് ഷെല്ലിൽ ഒരു ഓർബിറ്റലാണുള്ളത്. ഗോളാകൃതിയിലാണ് എസ് സബ് ഷെല്ല് കാണപ്പെടുന്നത്. P സബ് ഷെല്ലിൽ 3 ഓർബിറ്റലുകൾ കാണപ്പെടുന്നു. ഡംബെല്ലിൻ്റെ ആകൃതിയാണ് P സബ് ഷെല്ലിന് ഉള്ളത്. D സബ് ഷെല്ലിന് 5 ഓർബിറ്റലുകളാണ് ഉള്ളത്. F സബ് ഷെല്ലിന് 7 ഓർബിറ്റലുകളുണ്ട്. ആകൃതി സങ്കീർണമാണ്. F സബ് ഷെല്ലിൻ്റെ ആകൃതി സങ്കീർണമാണ്. SPDF ഓർബിറ്റലിൻ്റെ എണ്ണം 1, 3, 5, 7. ത്രിമാന മേഖലയിൽ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സഞ്ചരിക്കുന്നു. ഊർജ നിലയിൽ ഉപ ഊർജ നിലകളും കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഇലക്ട്രോണുകൾ കാണപ്പെടുവാൻ സാധ്യത കൂടിയ മേഖലകളെയാണ് ഓർബിറ്റലുകൾ എന്ന് പറയുന്നത്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ഒരു ഓർബിറ്റലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരുന്നു. ന്യൂക്ലിയസിൽ നിന്ന് അകലം കൂടുന്നതിനനുസരിച്ച് ഷെല്ലുകളിലെ ഇലക്ട്രോണുകളുടെ ഊർജം കൂടി വരികയും ന്യൂക്ലിയസും ഇലക്ട്രോണുകളും തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ചെയ്യുന്നു. ഷെല്ലിൻ്റെ ക്രമനമ്പറിന് തുല്യമായ സബ് ഷെല്ലുകളാണ് ഉള്ളത്. ഒന്നാമത്തെ ഷെല്ലിൽ S സബ് ഷെല്ലും രണ്ടാമത്തെ ഷെല്ലിൽ 2 സബ് ഷെല്ലുകളുണ്ട്, എസും പിയും. മൂന്നാമത്തെ ഷെല്ലിൽ 3 സബ് ഷെല്ലുണ്ട്, SPD. നാലാമത്തെ ഷെല്ലിൽ 4 സബ് ഷെല്ലാണുള്ളത്, SPDF. എല്ലാ ഷെല്ലിലുമുള്ള പൊതുവായ സബ് ഷെല്ല് S ആണ്. എല്ലാ ഷെല്ലിലുമുള്ള പൊതുവായ സബ് ഷെല്ലാണ് S. ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണമാണ്. ഒന്നാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുക. രണ്ടാമത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണും മൂന്നാമത്തേതിൽ 18 ഇലക്ട്രോണും നാലാമത്തേതിൽ 32 ഇലക്ട്രോണുമാണ് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ഒന്നാമത്തേതിൽ 2ഉം രണ്ടാമത്തേതിൽ 8, മൂന്നാമത്തേതിൽ 18, നാലാമത്തേതിൽ 32. എസ് സബ് ഷെല്ലിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2 ആണ്. പിയിൽ 6ഉം ഡിയിൽ 10, എഫിൽ 14ഉമാണ്. എസ് സബ് ഷെല്ലിൽ 2, പിയിൽ 6, ഡിയിൽ 10, എഫിൽ 14 ഇലക്ട്രോണുകളാണ് പരമാവധി ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നതിനെയാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ആറ്റത്തിലെ ഇലക്ട്രോണുകൾ സബ് ഷെല്ലിൽ വിന്യസിക്കപ്പെടുമ്പോൾ ഊർജം കുറഞ്ഞ സബ് ഷെല്ലിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നിറയുന്നതാണ് സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസം. സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ഇടതുവശത്ത് ഷെൽ നമ്പറും വലതുവശത്ത് മുകളിൽ ഇലക്ട്രോണുകളുടെ എണ്ണവുമാണ് നൽകിയിട്ടുണ്ടാവുക. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 19 ആണ്. പൊട്ടാസ്യത്തിൻ്റെ ആറ്റോമിക നമ്പർ 19, സ്കാൻഡിയം 21, സോഡിയം 11, ക്രോമിയം 24, കോപ്പർ 29, മാംഗനീസ് 25. ഇതിൽ ക്രോമിയവും കോപ്പറും നന്നായി ഓർത്തു വയ്ക്കുക. ക്രോമിയത്തിൻ്റെ 24, കോപ്പർ 29. പൊട്ടാസ്യത്തിൻ്റെ 19, സ്കാൻഡിയം 21, സോഡിയം 11, മാംഗനീസ് 25. 3Dയേക്കാൾ ഊർജം കുറവ് 4Sലാണ്. അതുകൊണ്ട് 4S ഫില്ല് ചെയ്തതിന് ശേഷം മാത്രമേ 3D ഫില്ല് ചെയ്യുകയുള്ളൂ. D സബ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ അല്ലെങ്കിൽ 10 ഇലക്ട്രോൺ വരികയാണെങ്കിൽ അവിടെ സ്ഥിരത കിട്ടും. അതുപോലെ തന്നെയാണ് F സബ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ അല്ലെങ്കിൽ 14 ഇലക്ട്രോൺ നിറയുകയാണെങ്കിൽ അവിടെ സ്ഥിരത ഉണ്ടായിരിക്കും. അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ഏത് സബ് ഷെല്ലിലാണോ അതായിരിക്കും ആ മൂലകത്തിൻ്റെ ബ്ലോക്ക്. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പ് S ബ്ലോക്കിലാണ് ഉൾപ്പെടുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പ് P ബ്ലോക്കിലും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് D ബ്ലോക്കിലുമാണ് ഉൾപ്പെടുന്നത്. ആവർത്തന പട്ടികയിൽ ഏറ്റവും താഴെയായി സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നതാണ് F ബ്ലോക്ക്. ഒരു മൂലകത്തിൻ്റെ സബ് ഷെൽ ഇലക്ട്രോൺ വിന്യാസത്തിൽ ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ തന്നെയാണ് അത് ഉൾക്കൊള്ളുന്ന പിരീഡ് നമ്പർ. ഇവിടെ 1s2 2s2 എന്ന് കൊടുത്തിട്ടുണ്ട്. ബാഹ്യതമ ഷെല്ല് 2 ആണ്. അപ്പോൾ ഇതിൻ്റെ പിരീഡ് രണ്ടാമത്തെ പിരീഡാണ്. S ബ്ലോക്ക് മൂലകങ്ങളുടെ ബാഹ്യതമ S സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണമായിരിക്കും ഗ്രൂപ്പ് നമ്പർ.
ഈ എക്സാമ്പിൾ തന്നെ നോക്കുകയാണെങ്കിൽ അവസാനത്തെ ഷെല്ലിലെ എസിൻ്റെ ഇലക്ട്രോണിൻ്റെ നമ്പർ 2 ആണ്. അപ്പോൾ 2 ആണ് ഗ്രൂപ്പ് നമ്പർ. എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉൾപ്പെടുന്നു. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ ഉൾപ്പെടുന്നത് എസ് ബ്ലോക്കിലാണ്. അയോണിക സംയുക്തങ്ങളാണ് എസ് ബ്ലോക്കിലുള്ളത്. നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും എസ് ബ്ലോക്ക് മൂലകങ്ങൾക്കുണ്ട്. നിശ്ചിത വാലൻസിയും ഓക്സീകരണ അവസ്ഥയും കാണിക്കുന്നു. ലോഹ സ്വഭാവം കൂടുതലാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് ലോഹ സ്വഭാവം കൂടുതലാണ്. അയോണീകരണ ഊർജ്ജം കുറവാണ്. എസ് ബ്ലോക്ക് മൂലകങ്ങൾക്ക് അയോണീകരണ ഊർജ്ജം കുറവാണ്. ഇലക്ട്രോനെഗറ്റിവിറ്റി കുറവാണ്. അയോണീകരണ ഊർജ്ജവും ഇലക്ട്രോനെഗറ്റിവിറ്റിയും കുറവാണ്. പി സബ്ഷെല്ലിൽ 1 മുതൽ 6 വരെയാണ് ഇലക്ട്രോണുകൾ ഉൾക്കൊള്ളാൻ സാധിക്കുക. ബാഹ്യതമ പി ഇലക്ട്രോണുകളുടെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാൽ ഗ്രൂപ്പ് നമ്പർ കിട്ടും. ബാഹ്യതമ പി ഇലക്ട്രോണിൻ്റെ എണ്ണത്തോടൊപ്പം 12 കൂട്ടിയാലാണ് ഗ്രൂപ്പ് നമ്പർ കിട്ടുക. ഇവിടെ 2s2 2p1 എന്ന് തന്നിട്ടുണ്ട്. ഇതിലെ പിയുടെ ഇലക്ട്രോണിൻ്റെ എണ്ണം 1 ആണ്. അതിൻ്റെ കൂടെ 12 കൂട്ടിക്കഴിഞ്ഞാൽ 13 എന്ന് കിട്ടും. അപ്പോൾ ഈ ഇലക്ട്രോൺ വിന്യാസത്തിലുള്ള മൂലകം 13ാം ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത്. ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും വാതകാവസ്ഥകളിലും പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥകളിൽ പി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നു. ഉയർന്ന അയോണീകരണ ഊർജ്ജമാണുള്ളത്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം പി ബ്ലോക്കിലാണ്. ഉയർന്ന അയോണീകരണ ഊർജ്ജം പി ബ്ലോക്കിലുള്ള മൂലകങ്ങൾക്കുണ്ട്. ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ മൂലകം പി ബ്ലോക്കിലാണ്. ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുമ്പുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുന്നതിന് തുല്യമായിരിക്കും ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ഗ്രൂപ്പ് നമ്പർ കാണാനായിട്ട് ബാഹ്യതമ എസ് സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും തൊട്ടു മുൻപുള്ള ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടിയാൽ മതി. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്. അവസാന ഇലക്ട്രോൺ പൂരണം ബാഹ്യതമ ഷെല്ലിൻ്റെ തൊട്ടുള്ളിലുള്ള ഷെല്ലിലെ ഡി സബ്ഷെല്ലിൽ നടക്കുന്നവയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവ സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കുന്നവയല്ല. അതുകൊണ്ട് ഇവയെ കപട സംക്രമണ മൂലകങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. സ്യൂഡോ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. കപട സംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണമാണ് 12ാം ഗ്രൂപ്പിൽ വരുന്ന സിങ്ക്, കാഡ്മിയം, മെർക്കുറി. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണിക്കുന്നത്. ഓക്സീകാരിയായും നിരോക്സീകാരിയായും പ്രവർത്തിക്കുന്നുണ്ട്. വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥയിലുള്ളതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഇലക്ട്രോൺ വിന്യാസം ഒരേ ഗ്രൂപ്പിലും പീരീഡിലും സാധാരണ ഒരുപോലെയാണ്. അതുകൊണ്ട് ഇവ ഗ്രൂപ്പിലും പീരീഡിലും ഗുണങ്ങളിൽ സാദൃശ്യം കാണിക്കുന്നു. FeCl2 ഫെറസ് ക്ലോറൈഡ് ആണ്. FeCl3 ഫെറിക് ക്ലോറൈഡ് ആണ്. എസ് ബ്ലോക്കിലെയും പി ബ്ലോക്കിലെയും മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതേസമയം സംക്രമണ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിലെ എസ് സബ്ഷെല്ലിൻ്റെയും തൊട്ടടുത്തുള്ള ഡി സബ്ഷെല്ലിൻ്റെയും ഊർജ്ജങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഡി സബ്ഷെല്ലിലെ ഇലക്ട്രോണാണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥ കാണിക്കുന്നത്. സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ എന്ന് പറയുന്നത്. സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് ഉൽപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. സംക്രമണ മൂലകങ്ങളും സംയുക്തങ്ങളും കാറ്റലിസ്റ്റുകളാണ്. സമ്പർക്ക പ്രക്രിയയിൽ വനേഡിയം പെൻറ്റോക്സൈഡ് ആണ് കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്നത്. കോണ്ടാക്ട് പ്രോസസ്സിലെ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് വനേഡിയം പെൻറ്റോക്സൈഡ് ആണ്. ഹേബർ പ്രക്രിയയിൽ സ്പോഞ്ചി അയണാണ് ഉപയോഗിക്കുന്നത്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉൽപ്രേരകം സ്പോഞ്ചി അയണാണ്. സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിക്കലാണ്. സസ്യ എണ്ണകളുടെ ഹൈഡ്രജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഉൽപ്രേരകം നിക്കലാണ്. സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അതിന് കാരണം അയോണുകളുടെ സാന്നിധ്യമാണ്. അയോണുകളുടെ സാന്നിധ്യം മൂലം സംക്രമണ മൂലകങ്ങളുടെ സംയുക്തങ്ങൾ മിക്കവയും നിറമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഗ്ലാസിന് നിറം നൽകാനും ഓയിൽ പെയിന്റിങ്ങിനും ഉപയോഗിക്കുന്നത് സംക്രമണ മൂലകങ്ങളാണ്. ഗ്ലാസിന് നിറം നൽകാനും ഓയിൽ പെയിന്റിങ്ങിനും ഉപയോഗിക്കുന്നതും സംക്രമണ മൂലകങ്ങളാണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങളിൽ ഒന്നാം നിരയിൽ ലന്താനത്തിന് ശേഷമുള്ള 14 മൂലകങ്ങളും രണ്ടാം നിരയിൽ ആക്ടീനിയത്തിന് ശേഷം വരുന്ന 14 മൂലകങ്ങളുമാണ് ഉൾപ്പെടുന്നത്.
ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് ബാഹ്യധമ ഷെല്ലിനെ തൊട്ടുള്ളിലുള്ള ഷെല്ലിൻ്റെയും ഉള്ളിലുള്ളതിലാണ്. ലാന്തനോയിഡുകൾ 6-ാം പീരീഡിലും ആക്റ്റിനോയിഡ് 7-ാമത്തെ പീരീഡിലുമാണ് ഉൾപ്പെടുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉൽപ്പാദനത്തിലെ അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ് ആണ്. ബ്രീഡർ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഉപയോഗിക്കുന്ന തോറിയത്തിൻ്റെ ഉറവിടം മോണോസൈറ്റ് ആണ്. നിയോഡിമിയം എന്ന ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു മോണോസൈറ്റ് ആണ്. നിയോഡിമിയം ലോഹം ഉൽപ്പാദിപ്പിക്കാനുള്ള അസംസ്കൃത വസ്തു മോണോസൈറ്റ് ആണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് നിയോഡിമിയമാണ്. ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ലോഹമാണ് നിയോഡിമിയം. ഉരകല്ലുകൾ അല്ലെങ്കിൽ ഫ്ലിൻറ്റ് സ്റ്റോൺ നിർമ്മിക്കാൻ ആവശ്യമായതാണ് സീറിയം ലോഹം. സീറിയം ലോഹത്തിൻ്റെ ധാതു മോണോസൈറ്റ് ആണ്. ഉരകല്ലുകൾ അല്ലെങ്കിൽ ഫ്ലിൻറ്റ് സ്റ്റോൺ നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള സീറിയം ലോഹത്തിൻ്റെ ധാതു മോണോസൈറ്റ് ആണ്. എഫ് ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണ അവസ്ഥകളാണ് കാണിക്കുന്നത്. ആക്റ്റിനോയിഡുകൾ ഭൂരിഭാഗം റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. ആക്റ്റിനോയിഡുകളിൽ ഭൂരിഭാഗവും റേഡിയോ ആക്റ്റീവ് മൂലകങ്ങളാണ്. പലതും കൃത്രിമ മൂലകങ്ങളാണ്. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയവ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. യുറേനിയം, തോറിയം, പ്ലൂട്ടോണിയം തുടങ്ങിയ മൂലകങ്ങൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നു. പലതും ഉൽപ്രേരകമായി പെട്രോളിയം വ്യവസായത്തിൽ ഉപയോഗിക്കുന്നു. പെട്രോളിയം വ്യവസായത്തിൽ ഉൽപ്രേരകമായി എഫ് ബ്ലോക്ക് മൂലകങ്ങളെ ഉപയോഗിക്കാറുണ്ട്. രണ്ടാമത്തെ ലെസനാണ് വാതക നിയമങ്ങളും മോൾ സങ്കല്പവും. ഒരു പദാർത്ഥത്തിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു പദാർത്ഥത്തിനെ സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവിനെയാണ് അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത്. ഒരു വാതകത്തിൻ്റെ വ്യാപ്തം അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ വ്യാപ്തമായിരിക്കും. യൂണിറ്റ് പരപ്പളവിലെ ബലം പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവാണ്. യൂണിറ്റ് പരപ്പളവിലെ ബലം കാണാൻ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലം ബൈ പ്രതലത്തിൻ്റെ പരപ്പളവ് കണ്ടാൽ മതി. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജത്തിൻ്റെ അളവാണ് അതിൻ്റെ താപനില. വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത് റോബർട്ട് ബോയിലാണ്. ബ്രിട്ടീഷുകാരനായിട്ടുള്ള റോബർട്ട് ബോയിലാണ് വാതകങ്ങളുടെ വ്യാപ്തം, മർദ്ദം ഇവ തമ്മിലുള്ള ബന്ധം പരീക്ഷണങ്ങളിലൂടെ സ്ഥാപിച്ചത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കുമെന്നതാണ് ബോയിൽ നിയമം പറയുന്നത്. താപനില സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും എന്നാണ് ബോയിൽ നിയമത്തിൽ പറയുന്നത്. മർദ്ദം പിയും വ്യാപ്തം വിയുമാണ്. പി ഇൻറ്റു വി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയായിരിക്കും. വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത് ജാക്വസ് ചാൾസ് ആണ്. ഫ്രഞ്ചുകാരനായിട്ടുള്ള ജാക്വസ് ചാൾസ് ആണ് വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിച്ചത്. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കുമെന്ന് പറയുന്നതാണ് ചാൾസ് നിയമം. മർദ്ദം സ്ഥിരമായിരിക്കുമ്പോൾ ഒരു നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തം കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. വ്യാപ്തം വിയും താപനില ടിയുമാണെങ്കിൽ വി ബൈ ടി എന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. ചാൾസ് നിയമപ്രകാരം വി ബൈ ടി ഒരു സ്ഥിരസംഖ്യയാണ്. വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത് അമേഡിയോ അവഗ്രാഡോ ആണ്. ഇറ്റലിക്കാരനായിട്ടുള്ള അമേഡിയോ അവഗ്രാഡോ ആണ് വ്യാപ്തവും തന്മാത്രകളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം കണ്ടെത്തിയത്. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും എന്ന് പറയുന്നതാണ് അവഗ്രാഡോ നിയമം. താപനില, മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേർ അനുപാതത്തിലായിരിക്കും. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻24 ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് 1.67 ഇൻറ്റു 10⁻⁻24. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് അതിൻ്റെ എത്ര മടങ്ങാണെന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക മാസ് രീതി എന്ന് പറയുന്നത്. മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത് കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12ൽ 1 ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ചാണ്.
12 ഗ്രാം കാർബണിൽ 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. 12 ഗ്രാം കാർബണിൽ 6.022 ഇൻറ്റു 10⁻23 കാർബൺ ആറ്റങ്ങളാണ് ഉള്ളത്. 16 ഗ്രാം ഓക്സിജനിൽ 6.022 ഇൻറ്റു 10⁻23 ഓക്സിജൻ ആറ്റങ്ങളാണ് അടങ്ങിയിട്ടുള്ളത്. കാർബണിൻ്റെ ആറ്റോമിക മാസ് 12 ആണ്. അത് ഒരു GAMന് തുല്യമാണ്. കാർബണിൻ്റെ ആറ്റോമിക മാസ് 12 ആണ്. ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16 ആണ്. ഒരു മൂലകത്തിൻ്റെ ആറ്റോമിക മാസ് എത്രയാണോ അത്രയും ഗ്രാം ആ മൂലകത്തിനെ അതിൻ്റെ 1 ഗ്രാം ആറ്റോമിക മാസ് അല്ലെങ്കിൽ ഒരു GAM എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് 1 ഗ്രാം ആറ്റം എന്ന് ചുരുക്കി വിളിക്കുന്നത്. 1 ഗ്രാം ആറ്റോമിക മാസ് ഏത് മൂലകം എടുത്താലും അതിലടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ എണ്ണം 6.022 ഇൻറ്റു 10⁻23 ആയിരിക്കും. ഈ സംഖ്യയാണ് അവഗ്രാഡോ സംഖ്യ എന്ന് അറിയപ്പെടുന്നത്. ഇതിനെ NA എന്നാണ് സൂചിപ്പിക്കുക. ഗ്രാം ആറ്റോമിക മാസുകളുടെ എണ്ണം കാണാൻ ഗ്രാമിൽ തന്നിരിക്കുന്ന മാസ് ഡിവൈഡഡ് ബൈ മൂലകത്തിൻ്റെ GAM. 1 ഗ്രാം ഹൈഡ്രജൻ എന്നത് ഒരു GAM ഹൈഡ്രജൻ ആണ്. അത് 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇത് 1 മോൾ ഹൈഡ്രജൻ ആറ്റം എന്നാണ് പറയുക. 6.022 ഇൻറ്റു 10⁻23 ആറ്റങ്ങളാണ് 1 മോൾ ആറ്റങ്ങൾ. ആദ്യമായി ഈ കാര്യങ്ങൾ കേൾക്കുന്നവർക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ശ്രദ്ധിച്ച് ഒന്ന് നന്നായി മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. മോളിക്യുലാർ മാസ് എങ്ങനെയാണ് കാണാൻ നോക്കാം. H2 അതായത് ഹൈഡ്രജൻ്റെ മാസ് 1+1. ഹൈഡ്രജൻ ആറ്റം 2 എണ്ണമാണുള്ളത്. ഒന്നിൻ്റെ മാസ് 1, അടുത്തതിൻ്റെ മാസ് 1. അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 2 എന്ന് കിട്ടും. 2 ആണ് മോളിക്യുലാർ മാസ്. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് 16 ആണ്. O2ൻ്റെ മോളിക്യുലാർ മാസ് 16+16 32 ആണ്. 32 ഗ്രാം എന്ന് പറയുന്നത് ഒരു GMMന് തുല്യമാണ്. H2Oയുടെ മോളിക്യുലാർ മാസ് 1+1+16 ആണ്. 18 ആണ് മോളിക്യുലാർ മാസ് വരുന്നത്. NH3യുടെ മോളിക്യുലാർ മാസ് 17 ആണ്. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്യുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്യുലാർ മാസ് എന്ന് വിളിക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ മോളിക്യുലാർ മാസിന് തുല്യമായ അത്രയും ഗ്രാം ആ പദാർത്ഥത്തെ ഗ്രാം മോളിക്യുലാർ മാസ് അല്ലെങ്കിൽ GMM എന്ന് പറയാം. ഒരു GMM ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗ്രാഡോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഒരു GMM ഏത് പദാർത്ഥം എടുത്താലും അതിൽ അവഗ്രാഡോ സംഖ്യയ്ക്ക് തുല്യമായ എണ്ണം തന്മാത്രകൾ ഉണ്ടായിരിക്കും. ഗ്രാം മോളിക്യുലാർ മാസുകളുടെ എണ്ണം കാണാൻ തന്നിരിക്കുന്ന മാസ് ബൈ ഗ്രാം മോളിക്യുലാർ മാസാണ് ചെയ്യേണ്ടത്. 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളെ 1 മോൾ തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. ഒരു GMM ഈക്വൽ ടു 1 മോളാണ്. 1 മോൾ ഈക്വൽ ടു 6.022 ഇൻറ്റു 10⁻23 തന്മാത്രകളാണ്. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ 1 മോൾ ഏതൊരു വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതുകൊണ്ട് അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെയാണ് വാതകങ്ങളുടെ മോളാർ വ്യാപ്തം അല്ലെങ്കിൽ മോളാർ വോള്യം എന്ന് പറയുന്നത്. മർദ്ദവും താപനിലയും മാറിയില്ലെങ്കിൽ 1 മോൾ ഏത് വാതകം എടുത്താലും അതിലെ തന്മാത്രകളുടെ എണ്ണം തുല്യമായതിനാൽ അവയുടെ വ്യാപ്തവും തുല്യമായിരിക്കും. ഇതിനെയാണ് വാതകങ്ങളുടെ മോളാർ വ്യാപ്തം എന്ന് പറയുന്നത്. 273 K താപനില, ഒരു അന്തരീക്ഷ മർദ്ദം എന്നിവയെ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് വിളിക്കുന്നു. അതായത് STP. 273 K താപനില, ഒരു അന്തരീക്ഷ മർദ്ദം എന്നിവയെ STP എന്നാണ് വിളിക്കുന്നത്. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തമാണ് ഉണ്ടായിരിക്കുക. STPയിൽ സ്ഥിതി ചെയ്യുന്ന ഏതൊരു വാതകത്തിൻ്റെയും 1 മോളിന് 22.4 ലിറ്റർ വ്യാപ്തം ഉണ്ടാകും. ഇത് STPയിലെ മോളാർ വ്യാപ്തം എന്നാണ് അറിയപ്പെടുന്നത്. STPയിൽ 1 മോൾ ഹൈഡ്രജൻ്റെ വ്യാപ്തവും നൈട്രജൻ്റെ വ്യാപ്തവും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വ്യാപ്തവും 22.4 ലിറ്റർ ആണ്. STPയിൽ സ്ഥിതി ചെയ്യുന്ന വാതകങ്ങളുടെ മോൾ എണ്ണം കാണാൻ STPയിലെ വ്യാപ്തം ബൈ 22.4 ലിറ്റർ കണ്ടാൽ മതി. ഈ ഇക്വേഷൻസ് ഒക്കെ വെച്ചുകൊണ്ട് ടെക്സ്റ്റ് ബുക്കിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അതെല്ലാം ഒന്ന് ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കാം. അടുത്ത ലെസൺ ക്രിയാശീല ശ്രേണിയും വൈദ്യുത രസതന്ത്രവും. പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടാവുന്ന സവിശേഷതയാണ് ലോഹദ്യുതി എന്ന് പറയുന്നത്. പുതുതായി മുറിച്ച ലോഹങ്ങളുടെ പ്രതലത്തിന് തിളക്കമുണ്ടാകുന്ന സവിശേഷതയാണ് ലോഹദ്യുതി.
ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ച് ഹൈഡ്രജൻ ഉണ്ടാകുന്നു. ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജനാണ് ഉണ്ടാകുന്നത്. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ് എന്ന് പറയുന്നത്. ലോഹങ്ങളെ അവയുടെ രാസപ്രവർത്തന ശേഷി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് ക്രമീകരിക്കുന്ന ശ്രേണിയാണ് ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസ്. സിങ്ക് ദണ്ട് കോപ്പർ സൾഫേറ്റ് ലായനിയിൽ മുക്കി വെച്ചപ്പോൾ ലായനിയിലുള്ള കോപ്പർ 2+ അയോണുകൾ കോപ്പർ ആറ്റങ്ങളായി സിങ്ക് ദണ്ടിൽ പറ്റിപ്പിടിക്കുന്നു. കോപ്പർ സൾഫേറ്റ് ലായനിയുടെ നീല നിറത്തിന് കാരണം കോപ്പർ 2+ അയോണുകളാണ്. ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം സിങ്ക് പ്ലസ് കോപ്പർ സൾഫേറ്റ് ഈക്വൽ ടു സിങ്ക് സൾഫേറ്റ് പ്ലസ് കോപ്പറുമാണ് ഉണ്ടാവുന്നത്. കോപ്പർ ആദേശം ചെയ്യപ്പെടുന്നു. സിങ്കിന് കോപ്പറിനേക്കാൾ പ്രവർത്തനശേഷി കൂടുതലായതുകൊണ്ടാണ് കോപ്പർ ആദേശം ചെയ്യപ്പെടുന്നത്. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു. ഇത്തരം രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിൻ്റെ ലവണ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത്. ക്രിയാശീലം കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലം കുറഞ്ഞ ലോഹ അയോണിനെ നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത്. ആദേശ രാസപ്രവർത്തനങ്ങൾ റീഡോക്സ് പ്രവർത്തനങ്ങളാണ്. ആദേശ രാസപ്രവർത്തനങ്ങൾ റീഡോക്സ് പ്രവർത്തനങ്ങളാണ്. ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. ക്രിയാശീലത്തിലുള്ള വ്യത്യാസം പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഗാൽവനിക് സെല്ല്. റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത്. റീഡോക്സ് രാസപ്രവർത്തനത്തിലൂടെ രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ക്രമീകരണമാണ് ഗാൽവനിക് സെൽ അല്ലെങ്കിൽ വോൾട്ടായിക് സെല്ലിൽ നടക്കുന്നത്. യു ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. യു ആകൃതിയിലുള്ള ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. പൊട്ടാസ്യം ക്ലോറൈഡ്, പൊട്ടാസ്യം നൈട്രേറ്റ്, അമോണിയം ക്ലോറൈഡ് ഇവയിൽ ഏതെങ്കിലും ലവണം ജലാറ്റിനിൽ അല്ലെങ്കിൽ അഗർ അഗർ ജെല്ലിയിൽ കലർത്തിയ അർദ്ധഖര രൂപത്തിലുള്ള പേസ്റ്റ് നിറച്ച ട്യൂബാണ് സോൾട്ട് ബ്രിഡ്ജ്. ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് ആനോഡാണ്. ആനോഡിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്. ഓക്സീകരണം നടക്കുന്നത് ആനോഡിലാണ്. നെഗറ്റീവ് ചാർജാണ് ആനോഡിന്. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡാണ്. നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡ് കാഥോഡും കാഥോഡിന് പോസിറ്റീവ് ചാർജുമാണ് ഉള്ളത്. ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവാഹം നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായിട്ടുള്ള ആനോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്കാണ്. ഗാൽവനിക് സെല്ലിൽ ഇലക്ട്രോൺ പ്രവാഹം നടക്കുന്നത് നെഗറ്റീവ് ഇലക്ട്രോഡായ ആനോഡിൽ നിന്നും പോസിറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്കാണ്. ഗാൽവനിക് സെല്ലിലെ വൈദ്യുത പ്രവാഹ ദിശ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ്. വൈദ്യുത പ്രവാഹ ദിശ കാഥോഡിൽ നിന്നും ആനോഡിലേക്കാണ്. ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ജലീയ ലായനി രൂപത്തിലോ ഉരുകിയ അവസ്ഥയിലോ വൈദ്യുതി കടത്തിവിടുകയും രാസമാറ്റത്തിന് വിധേയമാവുകയും ചെയ്യുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറയുന്നത്. ആസിഡുകൾ, ആൽക്കലികൾ, ലവണങ്ങൾ അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളാണ്. ആസിഡുകളും ആൽക്കലികളും ലവണങ്ങളും അവയുടെ ഉരുകിയ അവസ്ഥയിലും ലായനികളായിരിക്കുമ്പോഴും ഇലക്ട്രോലൈറ്റുകളായി പ്രവർത്തിക്കുന്നു. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസമാറ്റത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം എന്ന് പറയുന്നത്. വൈദ്യുതി കടത്തിവിടുമ്പോൾ ഒരു ഇലക്ട്രോലൈറ്റ് രാസപ്രവർത്തനത്തിന് വിധേയമാവുന്ന പ്രവർത്തനമാണ് വൈദ്യുത വിശ്ലേഷണം. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയത് മൈക്കൽ ഫാരഡേ ആണ്. വൈദ്യുത വിശ്ലേഷണത്തിന് ആദ്യമായി ഒരു ശാസ്ത്രീയ വിശദീകരണം നൽകിയ വ്യക്തി മൈക്കൽ ഫാരഡേ ആണ്. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. ഇലക്ട്രോലൈറ്റിലേക്ക് വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ് ഇലക്ട്രോഡുകൾ. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെയാണ് കാറ്റയോണുകൾ എന്ന് പറയുന്നത്. നെഗറ്റീവ് ഇലക്ട്രോഡായ കാഥോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന പോസിറ്റീവ് അയോണുകളെയാണ് കാറ്റയോണുകൾ എന്ന് പറയുന്നത്. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ. പോസിറ്റീവ് ഇലക്ട്രോഡായ ആനോഡിലേക്ക് ആകർഷിക്കപ്പെടുന്ന നെഗറ്റീവ് അയോണുകളാണ് ആനയോണുകൾ.
സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായി ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനും ലായനിയിൽ NaOHുമാണ് ലഭിക്കുന്നത്. സോഡിയം ക്ലോറൈഡ് ലായനിയുടെ വൈദ്യുത വിശ്ലേഷണ ഫലമായിട്ട് ആനോഡിൽ ക്ലോറിനും കാഥോഡിൽ ഹൈഡ്രജനും ലായനിയിൽ NaOHുമാണ് ലഭിക്കുന്നത്. വൈദ്യുത വിശ്ലേഷണം ഉപയോഗിക്കുന്നത് ലോഹ നിർമ്മാണത്തിനും അലോഹ നിർമ്മാണത്തിനും സംയുക്ത നിർമ്മാണം, ലോഹ ശുദ്ധീകരണം എന്നിവയ്ക്കാണ്. പൊട്ടാസ്യം, കാൽസ്യം, സോഡിയം, അലുമിനിയം ഇവയുടെ സംയുക്തങ്ങളെ വൈദ്യുത വിശ്ലേഷണം ചെയ്താണ് ലോഹങ്ങൾ നിർമ്മിക്കുന്നത്. അലോഹ നിർമ്മാണത്തിന് ഉദാഹരണം ഹൈഡ്രജൻ, ഓക്സിജൻ, ക്ലോറിൻ എന്നിവയാണ്. സംയുക്ത നിർമ്മാണം നടക്കുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് എന്നിവ നിർമ്മിക്കുമ്പോഴാണ്. കോപ്പറും സ്വർണവും ശുദ്ധീകരിക്കാൻ വൈദ്യുത വിശ്ലേഷണമാണ് പ്രയോജനപ്പെടുത്തുന്നത്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. വൈദ്യുത വിശ്ലേഷണം വഴി ഒരു ലോഹത്തിനുമേൽ മറ്റൊരു ലോഹം ആവരണം ചെയ്യുന്ന രീതിയാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. ആവരണം ചെയ്യേണ്ട വസ്തു നെഗറ്റീവ് ടെർമിനലിലാണ് വെക്കേണ്ടത്. പോസിറ്റീവ് ടെർമിനലിൽ പൂശേണ്ട ലോഹമാണ് വെക്കേണ്ടത്. അടുത്ത ലെസൺ ലോഹ നിർമ്മാണം. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. ഭൂവൽക്കത്തിൽ ക്രിയാശീലം കൂടിയ ലോഹങ്ങൾ അവയുടെ സംയുക്ത അവസ്ഥയിലും ക്രിയാശീലം കുറഞ്ഞവ സ്വതന്ത്ര അവസ്ഥയിലുമാണ് കാണപ്പെടുന്നത്. അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. അലുമിനിയത്തിൻ്റെ ധാതുക്കളാണ് ബോക്സൈറ്റ്, ക്രയോലൈറ്റ്, കളിമണ്ണ്. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. ഒരു ധാതുവിൽ നിന്ന് എളുപ്പത്തിലും വേഗത്തിലും ചെലവ് കുറഞ്ഞ രീതിയിലും ലോഹം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നുവെങ്കിൽ അതിനെ ആ ലോഹത്തിൻ്റെ അയിര് എന്ന് വിളിക്കാം. ഉദാഹരണത്തിന് അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. എല്ലാ ധാതുക്കളും അയിരുമല്ല, എന്നാൽ എല്ലാ അയിരുകളും ധാതുക്കളാണ്. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. ഇരുമ്പിൻ്റെ അയിരുകളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. കോപ്പറിൻ്റെ അയിരാണ് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്. കോപ്പറിൻ്റെ അയിരുകളാണ് കോപ്പർ പൈറൈറ്റ്സ്, കുപ്രൈറ്റ്. സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡും കലാമിനും. സിങ്കിൻ്റെ അയിരാണ് സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി എന്ന് പറയുന്നത്. ഒരയിരിൽ നിന്ന് ശുദ്ധലോഹം വേർതിരിക്കുന്നത് വരെയുള്ള മുഴുവൻ പ്രക്രിയകളും ചേർന്നതാണ് ലോഹ നിഷ്കർഷണം അല്ലെങ്കിൽ മെറ്റലർജി. ഇതിന് 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തേത് അയിരുകളുടെ സാന്ദ്രണം, രണ്ടാമത്തേത് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ, മൂന്നാമത്തേത് ലോഹ ശുദ്ധീകരണം. അയിരുകളുടെ സാന്ദ്രണം നടക്കുന്നത് 4 രീതിയിലാണ്. ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്, പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ, കാന്തിക വിഭജനം, ലീച്ചിങ്. അയിരിൽ അടങ്ങിയിരിക്കുന്ന അപദ്രവ്യങ്ങളാണ് ഗാങ്ങുകൾ. അയിരിലടങ്ങിയ അപദ്രവ്യങ്ങളെ നീക്കം ചെയ്യുന്ന പ്രക്രിയയാണ് അയിരുകളുടെ സാന്ദ്രണം എന്ന് പറയുന്നത്. ജലപ്രവാഹത്തിൽ കഴുകി എടുക്കുന്നതാണ് ലെവിഗേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോളിക് വാഷിംഗ്. അപദ്രവ്യം സാന്ദ്രത കുറഞ്ഞതും അയിര് സാന്ദ്രത കൂടിയതുമായിരിക്കുമ്പോൾ ഭാരം കുറഞ്ഞ അപദ്രവ്യങ്ങളെ ജലപ്രവാഹത്തിൽ കഴുകി മാറ്റുകയാണ് ലെവിഗേഷൻ രീതിയിലൂടെ ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഓക്സൈഡ് അയിരുകളും സ്വർണത്തിൻ്റെ അയിരുകളും ഹൈഡ്രോളിക് വാഷിംഗ് വഴിയാണ് സാന്ദ്രണം ചെയ്യുന്നത്. അപദ്രവ്യം സാന്ദ്രത കൂടിയതും അയിര് സാന്ദ്രത കുറഞ്ഞതുമായിരിക്കുമ്പോൾ ചെയ്യുന്നതാണ് പ്ലവന പ്രക്രിയ അല്ലെങ്കിൽ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. സൾഫൈഡ് അയിരുകൾ പ്ലവന പ്രക്രിയ വഴിയാണ് സാന്ദ്രണം നടത്തുന്നത്. അയിരുകളിൽ ഏതെങ്കിലും ഒന്നിന് കാന്തിക സ്വഭാവമുണ്ടെങ്കിൽ ആ സമയത്ത് ഉപയോഗിക്കുന്നത് കാന്തിക വിഭജനമാണ്. മാഗ്നറ്റൈറ്റ് എന്ന ഇരുമ്പയിരിനെ വേർതിരിച്ചെടുക്കുന്നത് കാന്തിക വിഭജനം വഴിയാണ്. കാന്തികമല്ലാത്ത ടിന്നിൻ്റെ അയിരായിട്ടുള്ള ടിൻസ്റ്റോണിൽ നിന്ന് കാന്തിക അപദ്രവ്യമായ അയൺ ടങ്സ്റ്റേറ്റിനെ നീക്കം ചെയ്യാനും കാന്തിക വിഭജനമാണ് ഉപയോഗിക്കുന്നത്. രാസപ്രവർത്തനം വഴി ലായനിയിൽ ലയിക്കുന്നവയെ വേർതിരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ് ലീച്ചിങ്. ഉദാഹരണത്തിന് ബോക്സൈറ്റ് സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്നത് ലീച്ചിങ് രീതിയാണ്. രണ്ടാമത്തെ ഘട്ടമാണ് സാന്ദ്രീകരിച്ച അയിരിൽ നിന്ന് ലോഹത്തെ വേർതിരിക്കൽ. ഇതിൽ 2 ഘട്ടമാണ് ഉള്ളത്. ഒന്നാമത്തെ ഘട്ടത്തിൽ സാന്ദ്രീകരിച്ച അയിരിനെ ഓക്സൈഡാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ എന്ന് പറയുന്നത്. വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് കാൽസിനേഷൻ. ലോഹ കാർബണേറ്റുകളും ഹൈഡ്രോക്സൈഡുകളും വിഘടിച്ച് ഓക്സൈഡായി മാറുന്നത് കാൽസിനേഷൻ വഴിയാണ്.
വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ് എന്ന് പറയുന്നത്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ കുറഞ്ഞ താപനിലയിൽ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. സൾഫൈഡ് അയിരുകൾ ഓക്സിജനുമായി ചേർന്ന് ഓക്സൈഡുകളായി മാറുന്നത് റോസ്റ്റിംഗ് വഴിയാണ്. രണ്ടാമത്തെ ഘട്ടമാണ് ഓക്സൈഡാക്കിയ അയിരിൻ്റെ നിരോക്സീകരണം. ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. നിരോക്സീകാരികളാണ് വൈദ്യുതി, കാർബൺ മോണോക്സൈഡ് എന്നിവ. നിരോക്സീകാരികളാണ് വൈദ്യുതി, കാർബൺ മോണോക്സൈഡ്. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. ക്രിയാശീലം കൂടിയ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം പോലുള്ള ലോഹങ്ങളെ അവയുടെ അയിരുകളിൽ നിന്ന് വേർതിരിക്കാൻ നിരോക്സീകാരിയായി ഉപയോഗിക്കുന്നത് വൈദ്യുതിയാണ്. മൂന്നാമത്തെ ഘട്ടമാണ് ലോഹ ശുദ്ധീകരണം അല്ലെങ്കിൽ റിഫൈനിങ്. ബാക്കിയുള്ള അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം. ബാക്കി അപദ്രവ്യങ്ങളെ നീക്കം ചെയ്ത് ശുദ്ധമായ ലോഹം നിർമ്മിക്കുന്ന പ്രക്രിയയാണ് ലോഹ ശുദ്ധീകരണം. ലോഹ ശുദ്ധീകരണത്തിൽ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഉരുക്കി വേർതിരിക്കൽ, സ്വേദനം, വൈദ്യുത വിശ്ലേഷണ ശുദ്ധീകരണം. ദ്രവണാങ്കം കൂടിയവയും കുറഞ്ഞവയും ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ഉരുക്കി വേർതിരിക്കൽ അല്ലെങ്കിൽ ലിക്വേഷൻ രീതിയാണ്. ടിന്നും ലെഡും ശുദ്ധീകരിക്കുന്നത് ഉരുക്കി വേർതിരിക്കലിലൂടെയാണ്. കുറഞ്ഞ തിളനില, ബാഷ്പീകരണം, ഘനീകരണം എന്നീ പ്രത്യേകതകളുള്ള സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവയുടെ ശുദ്ധീകരണം നടത്തുന്നത് സ്വേദനം വഴിയാണ്. കുറഞ്ഞ തിളനിലയും ബാഷ്പീകരണവും ഘനീകരണവുമുള്ള ലോഹങ്ങളുടെ ശുദ്ധീകരണം നടത്തുന്നത് സ്വേദനം അല്ലെങ്കിൽ ഡിസ്റ്റിലേഷൻ വഴിയാണ്. വൈദ്യുത വിശ്ലേഷണം വഴിയും ലോഹ ശുദ്ധീകരണം നടത്തുന്നുണ്ട്. ഇരുമ്പിൻ്റെ ധാതുക്കളാണ് ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, അയൺ പൈറൈറ്റസ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റൈസ് ആണ്. സ്വർണത്തോട് സാമ്യമുള്ള മങ്ങിയ മഞ്ഞ കലർന്ന ബ്രാസിൻ്റെ നിറമാണ് അയൺ പൈറൈറ്റ്സിനുള്ളത്. അതുകൊണ്ടാണ് വിഡ്ഢികളുടെ സ്വർണം എന്ന് അറിയപ്പെടുന്നത്. ഇരുമ്പ് വ്യാവസായികമായി നിർമ്മിക്കുന്നത് ഹേമറ്റൈറ്റിൽ നിന്നാണ്. ഹേമറ്റൈറ്റിനെ അയിരാക്കുന്നത് ബ്ലാസ്റ്റ് ഫർണസ് വഴിയാണ് ഹേമറ്റൈറ്റിനെ അയിരാക്കുന്നത്. ഗ്യാങ്ങിന് ആസിഡ് സ്വഭാവമാണെങ്കിൽ ബേസിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ഗ്യാങ്ങിന് ബേസിക് സ്വഭാവമാണെങ്കിൽ ആസിഡിക് സ്വഭാവമുള്ള ഫ്ലക്സ് ആയിരിക്കണം ഉപയോഗിക്കേണ്ടത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണും മറ്റ് മാലിന്യങ്ങളായ മാംഗനീസ്, സിലിക്കൺ, ഫോസ്ഫറസ് എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. ഇതിനെ പിഗ് അയൺ എന്നാണ് വിളിക്കുന്നത്. ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് ലഭിക്കുന്ന ഉരുകിയ അയണിൽ 4% കാർബണും മറ്റ് മാലിന്യങ്ങളും അടങ്ങിയിട്ടുണ്ട്. 4% കാർബൺ അടങ്ങിയതിനെയാണ് പിഗ് അയൺ എന്ന് വിളിക്കുന്നത്. അടുത്തത് അലോയ് സ്റ്റീലുകളാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ തുടങ്ങിയവയാണ്. ഏറ്റവും ഉറപ്പുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീല്. ഇരുമ്പ്, ക്രോമിയം, നിക്കൽ, കാർബൺ എന്നിവയാണ് അടങ്ങിയിട്ടുള്ളത്. പാത്രങ്ങൾ നിർമ്മിക്കാനും വാഹന ഭാഗങ്ങൾ നിർമ്മിക്കാനും സ്റ്റെയിൻലെസ് സ്റ്റീല് ഉപയോഗിക്കുന്നുണ്ട്. അൽനിക്കോയിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയാണ്. ഇരുമ്പ്, അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നിവയാണ് അൽനിക്കോയിൽ അടങ്ങിയിട്ടുള്ളത്. കാന്തിക സ്വഭാവമുള്ളതാണ് അൽനിക്കോ. സ്ഥിര കാന്ത നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അൽനിക്കോയാണ്. നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത് ഇരുമ്പ്, നിക്കൽ, ക്രോമിയം, കാർബൺ എന്നിവയാണ്. ഇരുമ്പ്, നിക്കൽ, ക്രോമിയം, കാർബൺ എന്നിവയാണ് നിക്രോമിൽ അടങ്ങിയിരിക്കുന്നത്. ഉയർന്ന പ്രതിരോധമുള്ളതാണ് നിക്രോം. ഹീറ്റിംഗ് കോയിൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിക്രോമാണ്. അലുമിനിയം വേർതിരിച്ചെടുക്കുന്നത് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ വഴിയാണ്. അലുമിനിയം വേർതിരിച്ചെടുക്കുന്ന രീതിയാണ് ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ. ഇത് കണ്ടെത്തിയത് ചാൾസ് മാർട്ടിൻ ഹാളും പോൾ ഹെറൗൾട്ടുമാണ്. ഹാൾ ഹെറൗൾട്ട് പ്രക്രിയ കണ്ടെത്തിയത്. ഇതിന് 2 ഘട്ടങ്ങളാണുള്ളത്: ബോക്സൈറ്റിൻ്റെ സാന്ദ്രണവും അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണവും. ബോക്സൈറ്റിൻ്റെ സാന്ദ്രണം നടത്തുന്നത് ലീച്ചിങ് വഴിയാണ്. അലുമിനിയത്തിന് ക്രിയാശീലത കൂടുതലായതുകൊണ്ട് അലുമിനിയെ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചാണ് അലുമിനിയം നിർമ്മിക്കുന്നത്. അലുമിനിയത്തിന് ക്രിയാശീലത കൂടുതലായതുകൊണ്ട് അലുമിനിയെ വൈദ്യുതി ഉപയോഗിച്ച് നിരോക്സീകരിച്ചാണ് അലുമിനിയം നിർമ്മിക്കുന്നത്. അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണ സമയത്ത് ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമായി ഉരുകിയ ക്രയോലൈറ്റാണ് ചേർക്കുന്നത്. അലുമിനിയുടെ വൈദ്യുത വിശ്ലേഷണ സമയത്ത് ദ്രവണാങ്കം കുറയ്ക്കാനും വൈദ്യുത ചാലകത വർദ്ധിപ്പിക്കാനുമായി ഉരുകിയ ക്രയോലൈറ്റാണ് ചേർക്കുന്നത്. ഇതോടെ കെമിസ്ട്രിയുടെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു.
ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്